കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ബുക്കിലെ 44-ാമത്തെ മെസ്സേജാണ് വായിക്കുന്നത്. വെളിപാടിൻ്റെ പ്രാധാന്യം. മറ്റു രാജ്യങ്ങളും ഒരുങ്ങേണ്ടതിനായി അവിടങ്ങളിൽ ഞാൻ തെരഞ്ഞെടുത്ത വ്യക്തികളിലൂടെ ഈ വെളിപാടുകൾ തന്നെ നൽകപ്പെടുന്നുണ്ട്. നിങ്ങൾ അടയാളങ്ങൾ കണ്ടുകഴിഞ്ഞു. അനേകം ക്രിസ്ത്യാനികൾ കൂദാശകൾ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നു. അവർ പറയുന്നത് അതെല്ലാം അനാവശ്യ കാര്യങ്ങളാണെന്നാണ്. കൂദാശകൾ സ്വീകരിക്കാതിരിക്കുന്ന ഇത്തരക്കാരായിരിക്കും എൻ്റെ സഭയെ ഏറ്റവും ആദ്യം ഒറ്റിക്കൊടുക്കുന്നത്. മറുവശത്ത് കൂദാശകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നവർ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. ഒരു ചെറിയ ഗണം മാത്രമേ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൂ. സഭയ്ക്കെതിരെയുള്ള പീഡനം ഇനിയും ശക്തിയാർജിക്കും. എന്നാൽ അത് അധികകാലം നീണ്ടു നിൽക്കില്ല. എല്ലാ ദേവാലയങ്ങളും അടച്ചിടപ്പെടും. എന്നാൽ അത് കുറച്ചു കാലത്തേക്ക് മാത്രമായിരിക്കും. വൈദികർക്ക് ഒളിവിൽ പോകേണ്ടി വന്നേക്കും. മതവുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനെയും പൂർണ്ണമായി തമസ്കരിക്കാൻ ദുഷ്ടർ ശ്രമിക്കും. എന്നാൽ അവർക്കതിനുള്ള സമയം ലഭിക്കുകയില്ല. അനേകം മെത്രാന്മാരും വൈദികരും വധിക്കപ്പെടും. ഒളിക്കാൻ ഇടം കണ്ടെത്താൻ കഴിയാത്ത മറ്റനേകം വൈദികർ ശിരച്ഛേദം ചെയ്യപ്പെടും. ഇത് അപകടങ്ങളും ദുരന്തങ്ങളും നിറഞ്ഞ തിന്മയുടെ നാളുകളാണ്. സർവത്ര പാഷണ്ഡത വിളയാടുകയും പാഷണ്ഡതക്കാർ അധികാരം നേടുകയും ചെയ്യും.